നമസ്കാരം. സ്ട്രെസ് ലേണിംഗിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് 2024ലെയും 2025ലെയും കറണ്ട് അഫയേഴ്സ് ആണ്. 50 കറണ്ട് അഫയേഴ്സ് ആണ് ഈ ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ, 2025 രഞ്ജി ട്രോഫി ക്രിക്കറ്റ് ജേതാക്കൾ ആരാണ്? വിദർഭയാണ്. റണ്ണറപ്പ് കേരളം. 2025 രഞ്ജി ട്രോഫി ക്രിക്കറ്റ് ജേതാക്കൾ വിദർഭയാണ്. റണ്ണറപ്പ് കേരളം. ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കായിക പുരസ്കാരങ്ങളിൽ ഒന്നായ ലോറസ് പുരസ്കാരത്തിന് 2025 പരിഗണിക്കപ്പെട്ട ഇന്ത്യൻ ക്രിക്കറ്റ് താരം ആരാണ്? ഋഷഭ് പന്ത്. 2025 രഞ്ജി ട്രോഫി ക്രിക്കറ്റ് ജേതാക്കൾ ആരാണ്? വിദർഭയാണ്. റണ്ണറപ്പ് കേരളം. ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കായിക പുരസ്കാരങ്ങളിൽ ഒന്നായ ലോറസ് പുരസ്കാരത്തിന് 2025 പരിഗണിക്കപ്പെട്ട ഇന്ത്യൻ ക്രിക്കറ്റ് താരം ആരാണ്? ഋഷഭ് പന്ത്. മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിക്ക് കീഴിൽ ദേശീയപാത 48 ഇന്ത്യയിൽ നിർമ്മിച്ച ആദ്യ ഉരുക്കുപാലം നിലവിൽ വരുന്നത് എവിടെയാണ്? ഗുജറാത്തിലാണ്. മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിക്ക് കീഴിൽ ദേശീയപാത 48 ഇന്ത്യയിൽ നിർമ്മിച്ച ആദ്യ ഉരുക്കുപാലം നിലവിൽ വരുന്നത് എവിടെയാണ്? ഗുജറാത്തിൽ. ഇടശ്ശേരിക്കാറ് എന്ന പുസ്തകം രചിച്ചതാര്? KP രാമനുണ്ണി. അപ്പോൾ KP രാമനുണ്ണിയുടെ പുസ്തകമാണ് ഇടശ്ശേരിക്കാറ്. ഏത് വടക്ക് കിഴക്കൻ സംസ്ഥാനത്താണ് ഡി വോട്ടർ എന്ന പദം പ്രധാനമായും ഉപയോഗിച്ചിരിക്കുന്നത്? അസമിലാണ്. ഏത് വടക്ക് കിഴക്കൻ സംസ്ഥാനത്താണ് ഡി വോട്ടർ എന്ന പദം പ്രധാനമായും ഉപയോഗിച്ചിരിക്കുന്നത്? അസം. 2025 ഫിഡെ ലോക ചെസ് ജൂനിയർ ചാമ്പ്യൻ ഗ്രാൻഡ് മാസ്റ്റർ പ്രണവ് വെങ്കടേഷ് ആണ്. 2025 ഫിഡെ ലോക ചെസ് ജൂനിയർ ചാമ്പ്യൻ ആരാണ്? ഗ്രാൻഡ് മാസ്റ്റർ പ്രണവ് വെങ്കടേഷ്. 2025 ഏഷ്യൻ വനിതാ കബഡി ചാമ്പ്യൻഷിപ്പ് നേടിയ രാജ്യം ഇന്ത്യയാണ്. 2025 ഏഷ്യൻ വനിതാ കബഡി ചാമ്പ്യൻഷിപ്പ് നേടിയ രാജ്യം ഏതാണ്? ഇന്ത്യ. യുവജന കമ്മീഷന്റെ യൂത്ത് ഐക്കൺ അവാർഡുകൾ നിഖില വിമൽ. കലാ സാംസ്കാരിക രംഗത്ത് നിഖില വിമലിനാണ്. കായിക രംഗത്ത് ലഭിച്ചത് സജന സജീവൻ. സാഹിത്യത്തിൽ വിനിൽ പോൾ. കാർഷികത്തിൽ M ശ്രീവിദ്യ. അപ്പോൾ യുവജന കമ്മീഷന്റെ യൂത്ത് ഐക്കൺ അവാർഡുകൾ കലാ സാംസ്കാരിക രംഗത്ത് നിഖില വിമലിന്, കായിക രംഗം സജന സജീവൻ, സാഹിത്യം വിനിൽ പോൾ, കാർഷികം M ശ്രീവിദ്യ. 2025 തകഴി സാഹിത്യ പുരസ്കാര ജേതാവ് KP സുധീര. 2025 തകഴി സാഹിത്യ പുരസ്കാരം ലഭിച്ചത് KP സുധീരയ്ക്കാണ്. 2025 കബഡി വേൾഡ് കപ്പിന്റെ വേദി ഇംഗ്ലണ്ട്. 2025 കബഡി വേൾഡ് കപ്പിന്റെ വേദി എവിടെയാണ്? ഇംഗ്ലണ്ട്. ആലപ്പുഴയിലെ മങ്കൊമ്പ് നെല്ല് ഗവേഷണ കേന്ദ്രം വികസിപ്പിച്ച പുതിയ ഇനം നെല്ലുകൾ ഏതൊക്കെയാണ്? പുണ്യ, ആദിത്യ എന്നീ 2 നെല്ലിനമാണ് ആലപ്പുഴയിലെ മങ്കൊമ്പ് നെല്ല് ഗവേഷണ കേന്ദ്രം വികസിപ്പിച്ച പുതിയ ഇനം നെല്ലുകൾ. പുണ്യ, ആദ്യ. 2025 സാഹിത്യ അക്കാദമി ഫെലോഷിപ്പ് നേടിയ കലാമണ്ഡലം സരസ്വതി ഏത് മേഖലയിൽ പ്രശസ്തയാണ്? മോഹിനിയാട്ടം. 2025 സാഹിത്യ അക്കാദമി ഫെലോഷിപ്പ് നേടിയ കലാമണ്ഡലം സരസ്വതി ഏതു മേഖലയിലാണ് പ്രശസ്ത? മോഹിനിയാട്ടം. വടക്കേ ഇന്ത്യയിലെ ആദ്യത്തെ ആണവ വൈദ്യുത പദ്ധതി സ്ഥാപിക്കുന്ന സംസ്ഥാനം? ഹരിയാന. വടക്കേ ഇന്ത്യയിലെ ആദ്യത്തെ ആണവ വൈദ്യുത പദ്ധതി സ്ഥാപിക്കുന്ന സംസ്ഥാനമാണ് ഹരിയാന. 2026 ലോകകപ്പ് ഫുട്ബോളിന് യോഗ്യത നേടുന്ന ആദ്യത്തെ ഏഷ്യൻ രാജ്യം ജപ്പാനാണ്. 2026 ലോകകപ്പ് ഫുട്ബോളിന് യോഗ്യത നേടുന്ന ആദ്യത്തെ ഏഷ്യൻ രാജ്യം ജപ്പാൻ. 2025 മാർച്ചിൽ പുരാവസ്തു ഗവേഷകർ നടത്തിയ ഖനനത്തിൽ മഹാശിലാ നിർമ്മിതികൾ കണ്ടെത്തിയ കേരളത്തിലെ പ്രദേശം എവിടെയാണ്? മലമ്പുഴയിലാണ്. 2025 മാർച്ചിൽ പുരാവസ്തു ഗവേഷകർ നടത്തിയ ഖനനത്തിൽ മഹാശിലാ നിർമ്മിതികൾ കണ്ടെത്തിയ കേരളത്തിലെ പ്രദേശം ഏതാണ്? മലമ്പുഴ. മുട്ടത്തറ വികലാംഗ കോളനിയിൽ 5 പതിറ്റാണ്ടുകളായി താമസിക്കുന്ന വികലാംഗ സമൂഹത്തിലെ അംഗങ്ങളുടെ പാർപ്പിടം മെച്ചപ്പെടുത്തുന്നതിനായി പ്രഖ്യാപിച്ച പദ്ധതി ഏത്? തണൽ. അപ്പോൾ മുട്ടത്തറ വികലാംഗ കോളനിയിൽ
5 പതിറ്റാണ്ടുകളായി താമസിക്കുന്ന വികലാംഗ സമൂഹത്തിലെ അംഗങ്ങളുടെ പാർപ്പിടം മെച്ചപ്പെടുത്തുന്നതിനായി പ്രഖ്യാപിച്ച പദ്ധതിയാണ് തണൽ. മദ്രാസ് മ്യൂസിക് അക്കാദമിയുടെ TTK പുരസ്കാരം 2025 ലഭിച്ചത് മാടമ്പി സുബ്രഹ്മണ്യൻ നമ്പൂതിരിക്കാണ്. മദ്രാസ് മ്യൂസിക് അക്കാദമിയുടെ TTK പുരസ്കാരം 2025 നേടിയത് മാടമ്പി സുബ്രഹ്മണ്യൻ നമ്പൂതിരി. സ്വാതന്ത്ര്യത്തിന് ശേഷം ഇന്ത്യയിൽ ആദ്യമായി ശാസ്ത്രനയം നടപ്പിലാക്കിയ സംസ്ഥാനം ഏത്? കേരളം. സ്വാതന്ത്ര്യത്തിന് ശേഷം ഇന്ത്യയിൽ ആദ്യമായി ശാസ്ത്രനയം നടപ്പിലാക്കിയ സംസ്ഥാനം ഏത്? കേരളം. GSAT-18 ഏത് തരം ഉപഗ്രഹമാണ്? ആശയവിനിമയ ഉപഗ്രഹമാണ് GSAT-18. ശ്രീനാരായണ ഗുരു ഓപ്പൺ സർവകലാശാലയുടെ സ്ഥിരം ആസ്ഥാനം നിലവിൽ വന്നത് എവിടെയാണ്? മുണ്ടക്കൽ. ശ്രീനാരായണ ഗുരു ഓപ്പൺ സർവകലാശാലയുടെ സ്ഥിരം ആസ്ഥാനം നിലവിൽ വന്നത് എവിടെയാണ്? മുണ്ടക്കൽ. ഇത്രയും കാര്യങ്ങൾ നമുക്ക് ഒന്നുകൂടി നോക്കാം. 2025 രഞ്ജി ട്രോഫി ക്രിക്കറ്റ് ജേതാക്കൾ വിദർഭ. ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കായിക പുരസ്കാരങ്ങളിൽ ഒന്നായ ലോറസ് പുരസ്കാരത്തിന് 2025 പരിഗണിക്കപ്പെട്ട ഇന്ത്യൻ ക്രിക്കറ്റ് താരം ആര്? ഋഷഭ് പന്ത്. മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിക്ക് കീഴിൽ ദേശീയപാത 48 ഇന്ത്യയിൽ നിർമ്മിച്ച ആദ്യ ഉരുക്കുപാലം നിലവിൽ വരുന്നത് എവിടെയാണ്? ഗുജറാത്ത്. ഇടശ്ശേരിക്കാറ് എന്ന പുസ്തകം രചിച്ചത് KP രാമനുണ്ണി. ഏത് വടക്കു കിഴക്കൻ സംസ്ഥാനത്താണ് ഡീവാട്ടർ എന്ന പദം പ്രധാനമായും ഉപയോഗിച്ചിരിക്കുന്നത്? അസം. 2025 ഫിഡെ ലോക ചെസ് ജൂനിയർ ചാമ്പ്യൻ ആരാണ്? ഗ്രാൻഡ് മാസ്റ്റർ പ്രണവ് വെങ്കിടേഷ്. 2025 ഏഷ്യൻ വനിതാ കബഡി ചാമ്പ്യൻഷിപ്പ് നേടിയ രാജ്യം ഇന്ത്യ. യുവജന കമ്മീഷന്റെ യൂത്ത് ഐക്കൺ അവാർഡുകൾ കലാ സാംസ്കാരിക രംഗത്ത് നിഖില വിമലിന്, കായികം സജന സജീവൻ, സാഹിത്യം വിനിൽ പോൾ, കാർഷികം M ശ്രീവിദ്യ. 2025 തകഴി സാഹിത്യ പുരസ്കാര ജേതാവ് KP സുധീര. 2025 കബഡി വേൾഡ് കപ്പ് വേദി ഇംഗ്ലണ്ട്. ആലപ്പുഴയിലെ മങ്കൊമ്പ് നെല്ല് ഗവേഷണ കേന്ദ്രം വികസിപ്പിച്ച പുതിയ ഇനം നെല്ലുകൾ പുണ്യ ആദ്യ. 2025 സാഹിത്യ അക്കാദമി ഫെലോഷിപ്പ് നേടിയ കലാമണ്ഡലം സരസ്വതി ഏതു മേഖലയിൽ പ്രശസ്തയാണ്? മോഹിനിയാട്ടം. വടക്കേ ഇന്ത്യയിലെ ആദ്യത്തെ ആണവ വൈദ്യുത പദ്ധതി സ്ഥാപിക്കുന്ന സംസ്ഥാനം ഏതാണ്? ഹരിയാന. 2026 ലോകകപ്പ് ഫുട്ബോളിന് യോഗ്യത നേടുന്ന ആദ്യത്തെ രാജ്യം ഏതാണ്? ജപ്പാൻ. 2025 മാർച്ചിൽ പുരാവസ്തു ഗവേഷകർ നടത്തിയ ഖനനത്തിൽ മഹാശിലാ നിർമ്മിതികൾ കണ്ടെത്തിയ കേരളത്തിലെ പ്രദേശം ഏത്? മലമ്പുഴ. മുട്ടത്തറ വികലാംഗ കോളനിയിൽ 5 പതിറ്റാണ്ടുകളായി താമസിക്കുന്ന വികലാംഗ സമൂഹത്തിലെ അംഗങ്ങളുടെ പാർപ്പിടം മെച്ചപ്പെടുത്തുന്നതിനായി പ്രഖ്യാപിച്ച പദ്ധതി ഏത്? തണൽ. മദ്രാസ് മ്യൂസിക് അക്കാദമിയുടെ TTK പുരസ്കാരം 2025 നേടിയത് മാടമ്പി സുബ്രഹ്മണ്യൻ നമ്പൂതിരി. സ്വാതന്ത്ര്യത്തിന് ശേഷം ഇന്ത്യയിൽ ആദ്യമായി ശാസ്ത്രനയം നടപ്പിലാക്കിയ സംസ്ഥാനം ഏത്? കേരളം. GSAT-18 ഏതുതരം ഉപഗ്രഹമാണ്? ആശയവിനിമയ ഉപഗ്രഹം. ശ്രീനാരായണ ഗുരു ഓപ്പൺ സർവകലാശാലയുടെ സ്ഥിരം ആസ്ഥാനം നിലവിൽ വന്നത് എവിടെയാണ്? മുണ്ടക്കൽ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. 2025 മാർച്ച് 28 ഭൂകമ്പമുണ്ടായ രാജ്യങ്ങൾ ഏതൊക്കെ? മ്യാൻമാറും തായ്ലൻഡുമാണ്. അപ്പോൾ മ്യാൻമാറിലും തായ്ലൻഡിലും 2025 എന്നാണ് ഭൂകമ്പം ഉണ്ടായത്? 2025 മാർച്ച് 28. അന്താരാഷ്ട്ര ഒളിമ്പിക് കമ്മിറ്റിയുടെ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യ വനിത ക്രിസ്റ്റി കോവൻട്രി. ആരാണ്? ക്രിസ്റ്റി കോവൻട്രിയാണ്. അന്താരാഷ്ട്ര ഒളിമ്പിക് കമ്മിറ്റിയുടെ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യത്തെ വനിത ആരാണ്? ക്രിസ്റ്റി കോവൻട്രി. സിംബാബ്വേയുടെ നീന്തൽ താരമാണ് ക്രിസ്റ്റി കോവൻട്രി. ലോക ജലദിനം എന്നാണ്? മാർച്ച് 22 ലോക ജലദിനം. 2025 ലോക ജലദിനത്തിന്റെ പ്രമേയം ഹിമാനികളുടെ സംരക്ഷണം എന്നാണ്. 2025 ലോക ജലദിനത്തിന്റെ പ്രമേയം എന്താണ്? ഹിമാനികളുടെ സംരക്ഷണം. ലോക ജലദിനമെന്ന് മാർച്ച് 22.
2025 സംസ്ഥാന ട്രാൻസ്ജെൻഡർ കലോത്സവത്തിന്റെ വേദി എവിടെയായിരുന്നു? തിരുവനന്തപുരത്താണ്. 2025 സംസ്ഥാന ട്രാൻസ്ജെൻഡർ കലോത്സവ വേദി തിരുവനന്തപുരം. സംസ്ഥാന ട്രാൻസ്ജെൻഡർ കലോത്സവം അറിയപ്പെട്ടത് വർണ്ണപ്പകിട്ട് എന്നാണ്. എന്താണ് വർണ്ണപ്പകിട്ട്? 2025 ട്രാൻസ്ജെൻഡർ കലോത്സവം ഏതു പേരിലാണ് അറിയപ്പെട്ടത്? വർണ്ണപ്പകിട്ട്. 2025 സംസ്ഥാന ട്രാൻസ്ജെൻഡർ കലോത്സവത്തിന്റെ വേദി എവിടെയാണ്? തിരുവനന്തപുരം. കടകളിലെ വെളിച്ചെണ്ണയുടെ ഗുണനിലവാരം ഉറപ്പുവരുത്തുന്നതിനായി ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ നേതൃത്വത്തിൽ ആവിഷ്കരിച്ച പരിശോധനയുടെ പേര് ഓപ്പറേഷൻ ഓയിൽ. അപ്പോൾ കടകളിലെ വെളിച്ചെണ്ണയുടെ ഗുണനിലവാരം ഉറപ്പുവരുത്തുന്നതിനായി ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ നേതൃത്വത്തിൽ ആവിഷ്കരിച്ച പരിശോധനയാണ് ഓപ്പറേഷൻ ഓയിൽ. ആദിവാസി വിഭാഗക്കാർക്ക് അട്ടപ്പാടിയിൽ മെച്ചപ്പെട്ട വരുമാനം ലഭിക്കുന്നതിന് വനം വകുപ്പിന് കീഴിൽ നടപ്പിലാക്കുന്ന പദ്ധതി ഏത്? വനാമൃതം. ആദിവാസി വിഭാഗക്കാർക്ക് മെച്ചപ്പെട്ട വരുമാനം ലഭിക്കുന്നതിന് വനം വകുപ്പിന് കീഴിൽ നടപ്പിലാക്കുന്ന പദ്ധതി ഏതു പേരിൽ അറിയപ്പെടുന്നു? വനാമൃതം. ചന്ദ്രനിൽ സുരക്ഷിതമായി ലാൻഡ് ചെയ്ത രണ്ടാമത്തെ സ്വകാര്യ പേടകം ഏതാണ്? ബ്ലൂ ഗോസ്റ്റ് പേടകം. ഏതാണ്? ബ്ലൂ ഗോസ്റ്റ് പേടകം. ലാൻഡിംഗ് സമ്പൂർണ്ണ വിജയമായ ആദ്യത്തെ സ്വകാര്യ ലാൻഡറും ബ്ലൂ ഗോസ്റ്റ് ആണ്. ലാൻഡിംഗ് സമ്പൂർണ്ണ വിജയമായ ആദ്യത്തെ സ്വകാര്യ ലാൻഡർ ഏതാണ്? ബ്ലൂ ഗോസ്റ്റ് ആണ്. ടെക്സസ് ആസ്ഥാനമായുള്ള ഇൻഡീപ് മെഷീൻസിന്റെ ഒഡീസിയസ് ആണ് ചന്ദ്രനിൽ സുരക്ഷിതമായി ഇറങ്ങിയ ആദ്യത്തെ സ്വകാര്യ ലാൻഡർ. അപ്പോൾ ടെക്സസ് ആസ്ഥാനമായുള്ള ഇൻഡീപ് മെഷീന്റെ ഒഡീസിയസ് ആണ് ചന്ദ്രനിൽ സുരക്ഷിതമായി ഇറങ്ങിയ ആദ്യത്തെ സ്വകാര്യ ലാൻഡർ. അപ്പോൾ ചന്ദ്രനിൽ സുരക്ഷിതമായിട്ട് ഇറങ്ങിയ ആദ്യത്തെ സ്വകാര്യ ലാൻഡർ ഏതാണ്? ഒഡീസിയസ് ആണ്. എന്നാൽ ലാൻഡിംഗ് സമ്പൂർണ്ണ വിജയമായ ആദ്യത്തെ സ്വകാര്യ ലാൻഡർ ഏതാണെന്ന് ചോദിച്ചാൽ അത് ബ്ലൂ ഗോസ്റ്റ് ആണ്. ചന്ദ്രനിൽ സുരക്ഷിതമായി ലാൻഡ് ചെയ്ത രണ്ടാമത്തെ സ്വകാര്യ പേടകവും ബ്ലൂ ഗോസ്റ്റ് ആണ്. 2025 മെയ്യിൽ പ്രവർത്തനം നിർത്തുന്ന വീഡിയോ കോളിംഗ് പ്ലാറ്റ്ഫോം ഏതാണ്? സ്കൈപ്പ്. 2025 മെയ്യിൽ പ്രവർത്തനം നിർത്തുന്ന വീഡിയോ കോളിംഗ് പ്ലാറ്റ്ഫോം ആണ് സ്കൈപ്പ്. സുനിത വില്യംസും ബുച്ച് ഫിൽമോറും ഭൂമിയിൽ തിരിച്ചെത്തിയത് എന്നാണ്? 2025 മാർച്ച് 19 സുനിത വില്യംസും ബുച്ച് ഫിൽമോറും ഭൂമിയിൽ തിരിച്ചെത്തിയത് എന്നാണ്? 2025 മാർച്ച് 19. കേരളത്തിലെ ലഹരി വ്യാപാരം തടയാൻ എക്സൈസ് വകുപ്പിന്റെ നേതൃത്വത്തിൽ ആരംഭിച്ച ഓപ്പറേഷൻ. കേരളത്തിലെ ലഹരി വ്യാപനം തടയാൻ എക്സൈസ് വകുപ്പിന്റെ നേതൃത്വത്തിൽ ആരംഭിച്ച ഓപ്പറേഷന്റെ പേരെന്താണ്? ഓപ്പറേഷൻ ക്ലീൻ സ്ലേറ്റ്. 2025 മെയ്യിൽ പ്രവർത്തനം നിർത്തുന്ന വീഡിയോ കോളിംഗ് പ്ലാറ്റ്ഫോം ഏതാണ്? സ്കൈപ്പ് ആണ്. സുനിത വില്യംസും ബുച്ച് ഫിൽമോറും ഭൂമിയിൽ തിരിച്ചെത്തിയത് എന്നാണ്? 2025 മാർച്ച് 19. കേരളത്തിലെ ലഹരി വ്യാപനം തടയാൻ എക്സൈസ് വകുപ്പിന്റെ നേതൃത്വത്തിൽ ആരംഭിച്ച ഓപ്പറേഷൻ ഏതാണ്? ഓപ്പറേഷൻ ക്ലീൻ സ്ലേറ്റ്. 37ാമത് അഖിലേന്ത്യാ തപാൽ കലാമേളയിലെ ജേതാക്കൾ കേരളമാണ്. 37ാമത് അഖിലേന്ത്യാ തപാൽ കലാമേളയിലെ ജേതാക്കൾ കേരളം. 2ാം സ്ഥാനം കർണാടകയ്ക്കും 3ാം സ്ഥാനം ഒഡീഷയ്ക്കുമാണ്. 37ാമത് അഖിലേന്ത്യാ തപാൽ കലാമേളയിലെ ജേതാക്കൾ കേരളമാണ്. 2ാം സ്ഥാനത്ത് കർണാടക, 3ാം സ്ഥാനത്ത് ഒഡീഷ. 30ാമത് UN കാലാവസ്ഥാ ഉച്ചകോടിക്ക് വേദിയായത് ബ്രസീലാണ്. ബ്രസീലിലെ ബെലേം. 30ാമത് UN കാലാവസ്ഥാ ഉച്ചകോടിക്ക് വേദിയായത് എവിടെയാണ്? ബ്രസീലാണ്. ബ്രസീലിലെ ബെലേം. രാജസ്ഥാനിൽ നടക്കുന്ന ഇന്ത്യ ഈജിപ്ത് സംയുക്ത സൈനികാഭ്യാസത്തിന്റെ പേര് എന്താണ്? സൈക്ലോൺ. രാജസ്ഥാനിൽ നടക്കുന്ന ഇന്ത്യ ഈജിപ്ത് സംയുക്ത സൈനികാഭ്യാസത്തിന്റെ പേരാണ് സൈക്ലോൺ. ലോക ഉപഭോക്തൃ ദിനം മാർച്ച് 15. 2025 ലോക ഉപഭോക്തൃ ദിനത്തിന്റെ പ്രമേയം എന്താണ്?
സുസ്ഥിര ജീവിത ശൈലിയിലേക്കുള്ള ഒരു നീതിയുക്തമായ മാറ്റം. എന്താണ്? സുസ്ഥിര ജീവിത ശൈലിയിലേക്കുള്ള ഒരു നീതിയുക്തമായ മാറ്റം എന്നതാണ് 2025 ലോക ഉപഭോക്തൃ ദിനത്തിന്റെ പ്രമേയം. ലോക ഉപഭോക്തൃ ദിനം എന്നാണ് മാർച്ച് 15. രാജസ്ഥാനിൽ നടക്കുന്ന ഇന്ത്യ ഈജിപ്ത് സംയുക്ത സൈനിക അഭ്യാസത്തിന്റെ പേരെന്താണ്? സൈക്ലോൺ. ഇനി ഞാൻ ഒഴുകട്ടെ ജനകീയ ക്യാമ്പിന്റെ ഭാഗമായുള്ള പശ്ചിമഘട്ടത്തിലെ നീർച്ചാലുകളുടെ പുനരുജ്ജീവന പദ്ധതിയുടെ പേര് എന്താണ്? പുനരുജ്ജീവന പദ്ധതി. സുരക്ഷിതമാക്കാം പശ്ചിമഘട്ടം. ഇനി ഞാൻ ഒഴുകട്ടെ ജനകീയ ക്യാമ്പിന്റെ ഭാഗമായുള്ള പശ്ചിമഘട്ടത്തിലെ നീർച്ചാലുകളുടെ പുനരുജ്ജീവന പദ്ധതി ഏതാണ്? സുരക്ഷിതമാക്കാം പശ്ചിമഘട്ടം. കൊച്ചി മെട്രോ 2ാം ഘട്ട നിർമ്മാണത്തിലുള്ള പാത അറിയപ്പെടുന്നത് പിങ്ക് ലൈൻ. കൊച്ചി മെട്രോ 2ാം ഘട്ട നിർമ്മാണത്തിലുള്ള പാത അറിയപ്പെടുന്നത് പിങ്ക് ലൈൻ. 2024 ആബേൽ പുരസ്കാരം നേടിയ ഫ്രഞ്ച് ഗണിതശാസ്ത്രജ്ഞൻ മിഷേൽ ടെലഗ്രാൻഡ്. മിഷേൽ ടെലഗ്രാൻഡിനാണ് 2024 ആബേൽ പുരസ്കാരം ലഭിച്ചത്. ഫ്രഞ്ച് ഗണിതശാസ്ത്രജ്ഞനാണ് ആര്? മിഷേൽ ടെലഗ്രാൻഡ്. ഇനി ഞാൻ ഒഴുകട്ടെ എന്ന ജനകീയ ക്യാമ്പിന്റെ ഭാഗമായുള്ള പശ്ചിമഘട്ടത്തിലെ നീർച്ചാലുകളുടെ പുനരുജ്ജീവന പദ്ധതി ഏതാണ്? സുരക്ഷിതമാക്കാം പശ്ചിമഘട്ടം. വ്യാഴത്തിന്റെ ഉപഗ്രഹമായ യൂറോപ്പ ലക്ഷ്യമാക്കി നാസ വിക്ഷേപിക്കുന്ന പേടകത്തിന്റെ പേരെന്താണ്? യൂറോപ്പ ക്ലിപ്പർ. വ്യാഴത്തിന്റെ ഉപഗ്രഹമായ യൂറോപ്പ ലക്ഷ്യമാക്കി നാസ വിക്ഷേപിക്കുന്ന പേടകത്തിന്റെ പേരാണ് യൂറോപ്പ ക്ലിപ്പർ. MD ഏകാകിതയുടെ വിസ്മയം. MD ഏകാകിതയുടെ വിസ്മയം എന്ന പുസ്തകത്തിന്റെ രചയിതാവ് ആരാണ്? ഡോക്ടർ KP സുധീര. MD ഏകാകിതയുടെ വിസ്മയം എന്ന പുസ്തകം ആരുടേതാണ്? KP സുധീര. 150 അന്താരാഷ്ട്ര ഫുട്ബോൾ മത്സരങ്ങൾ കളിച്ച ആദ്യത്തെ ഇന്ത്യൻ താരം ആരാണ്? സുനിൽ ഛേത്രി. 150 അന്താരാഷ്ട്ര ഫുട്ബോൾ മത്സരങ്ങൾ കളിച്ച ആദ്യത്തെ ഇന്ത്യൻ താരമാണ് സുനിൽ ഛേത്രി. ഭൂമിയിലെ ഏറ്റവും വിദൂര സ്ഥലമായ പോയിന്റ് നീമോയിൽ എത്തിയ ആദ്യത്തെ വ്യക്തി ആരാണ്? ക്രിസ് ബ്രൗൺ. ബ്രിട്ടനിലെ ക്രിസ് ബ്രൗൺ ആണ്. ഭൂമിയിലെ ഏറ്റവും വിദൂര സ്ഥലമായ പോയിന്റ് നീമോയിൽ എത്തിയ ആദ്യത്തെ വ്യക്തി ബ്രിട്ടന്റെ ക്രിസ് ബ്രൗൺ. 2024 പാരീസ് ഒളിമ്പിക്സിൽ ഇന്ത്യൻ പതാക ഏന്തിയത് ആരാണ്? അജന്ത ശരത് കമൽ. 2024 പാരീസ് ഒളിമ്പിക്സിൽ ഇന്ത്യൻ പതാക ഏന്തിയത് ആരാണ്? അജന്ത ശരത് കമൽ. ജീവിതത്തിൽ മറ്റൊരാളുടെ സഹായം ആവശ്യമായി വരുന്ന കുടുംബങ്ങൾക്ക് പ്രൊഫഷണൽ സേവനങ്ങൾ ഒരു കുടക്കീഴിൽ ലഭ്യമാക്കുന്ന കുടുംബശ്രീ പദ്ധതിയുടെ പേര് K4 കെയർ. എന്താണ്? K4 കെയർ. ജീവിതത്തിൽ മറ്റൊരാളുടെ സഹായം ആവശ്യമായി വരുന്ന കുടുംബങ്ങൾക്ക് പ്രൊഫഷണൽ സേവനങ്ങൾ ഒരു കുടക്കീഴിൽ ലഭ്യമാക്കുന്ന കുടുംബശ്രീ പദ്ധതിയാണ് K4 കെയർ. 2024 മാർച്ചിൽ ചിപ്കോ പ്രസ്ഥാനത്തിന്റെ എത്രാമത്തെ വാർഷികമാണ് ആചരിച്ചത്? 50ാമത്. 2024 മാർച്ചിൽ ചിപ്കോ പ്രസ്ഥാനത്തിന്റെ എത്രാമത് വാർഷികമാണ് ആചരിച്ചത്? 50. 50ാമത് G7 ഉച്ചകോടി 2024 ആതിഥേയത്വം വഹിച്ച രാജ്യം ഏത്? ഇറ്റലി. 50ാമത് G7 ഉച്ചകോടിക്ക് 2024 ആതിഥേയത്വം വഹിച്ച രാജ്യം ഏത്? ഇറ്റലി. ബാലചൂഷണം തടയാൻ സംസ്ഥാന വനിതാ ശിശുവികസന വകുപ്പ് നടപ്പിലാക്കുന്ന പദ്ധതിയുടെ പേരാണ് ശരണബാല്യം. ബാലചൂഷണം തടയാൻ സംസ്ഥാന വനിതാ ശിശുവികസന വകുപ്പ് നടപ്പിലാക്കുന്ന പദ്ധതിയുടെ പേരെന്താണ്? ശരണബാല്യം. ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച പുനരുപയോഗം സാധ്യമായ ബഹിരാകാശ വിക്ഷേപണ വാഹനം ഏതാണ്? പുഷ്പക്. എന്താണ് പുഷ്പക്? ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച പുനരുപയോഗം സാധ്യമായ ബഹിരാകാശ വിക്ഷേപണ വാഹനത്തിന്റെ പേരാണ് പുഷ്പക്. അതിഥി തൊഴിലാളികളെ മലയാള ഭാഷയും സംസ്കാരവും പഠിപ്പിക്കാനായി കേരള സർക്കാർ സംസ്ഥാന സാക്ഷരതാ മിഷൻ വഴി നടപ്പിലാക്കുന്ന പദ്ധതിയാണ് ചെങ്ങാതി. അപ്പോൾ എന്താണ് ചെങ്ങാതി? അതിഥി തൊഴിലാളികളെ മലയാള ഭാഷയും സംസ്കാരവും പഠിപ്പിക്കാനായി കേരള സർക്കാർ സംസ്ഥാന സാക്ഷരതാ മിഷൻ വഴി നടപ്പിലാക്കുന്ന പദ്ധതിയുടെ പേരാണ് ചെങ്ങാതി. ജന്മനാ ഹൃദയവൈകല്യമുള്ളവരുടെ കുട്ടികളുടെ ചികിത്സയ്ക്കായി സംസ്ഥാന സർക്കാർ ആരംഭിച്ച പദ്ധതി ഹൃദ്യം.
ജന്മന ഹൃദയവൈകല്യമുള്ളവരുടെ കുട്ടികളുടെ ചികിത്സയ്ക്കായി സംസ്ഥാന സർക്കാർ ആരംഭിച്ച പദ്ധതിയുടെ പേരാണ് ഹൃദ്യം. മുംബൈ സെൻട്രൽ റെയിൽവേ സ്റ്റേഷന്റെ പുതിയ പേര് നാനാ ജഗന്നാഥ് ശങ്കർ സേസ് സ്റ്റേഷൻ. മുംബൈ സെൻട്രൽ റെയിൽവേ സ്റ്റേഷന്റെ പുതിയ പേര് നാനാ ജഗന്നാഥ് ശങ്കർ സേസ് സ്റ്റേഷൻ. ഈ പഠിച്ച കാര്യങ്ങൾ ഇത്രയും നമുക്ക് ഒന്നുകൂടി നോക്കാം. 20ാമത്തെ ക്വസ്റ്റ്യൻ മുതൽ നമുക്ക് ഒന്ന് റിപ്പീറ്റ് ചെയ്യാം. 2025 മാർച്ച് 28-ന് ഭൂകമ്പമുണ്ടായ രാജ്യങ്ങൾ ഏതെല്ലാം? മ്യാൻമാർ, തായ്ലൻഡ്. അന്താരാഷ്ട്ര ഒളിമ്പിക് കമ്മിറ്റിയുടെ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യ വനിത ക്രിസ്റ്റി കോവൻട്രി. സിംബാബ്വേയുടെ നീന്തൽ താരമാണ് ക്രിസ്റ്റി കോവൻട്രി. ലോക ജലദിനം എന്ന് മാർച്ച് 22. 2025 ലോക ജലദിനത്തിന്റെ പ്രമേയം എന്താണ്? ഹിമാനികളുടെ സംരക്ഷണം. 2025 സംസ്ഥാന ട്രാൻസ്ജെൻഡർ കലോത്സവത്തിന്റെ വേദി തിരുവനന്തപുരമാണ്. സംസ്ഥാന ട്രാൻസ്ജെൻഡർ കലോത്സവം ഏത് പേരിലാണ് അറിയപ്പെട്ടത്? വർണ്ണപ്പകിട്ട്. കടകളിലെ വെളിച്ചെണ്ണയുടെ ഗുണനിലവാരം ഉറപ്പുവരുത്തുന്നതിനായി ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ നേതൃത്വത്തിൽ ആവിഷ്കരിച്ച പരിശോധന ഓപ്പറേഷൻ ഓയിൽ. ആദിവാസി വിഭാഗക്കാർക്ക് മെച്ചപ്പെട്ട വരുമാനം ലഭിക്കുന്നതിന് വനം വകുപ്പിന് കീഴിൽ നടപ്പിലാക്കുന്ന പദ്ധതിയുടെ പേരെന്ത്? വനാമൃതം. ചന്ദ്രനിൽ സുരക്ഷിതമായി ലാൻഡ് ചെയ്ത രണ്ടാമത്തെ സ്വകാര്യ പേടകം ഏത്? ബ്ലൂ ഗോസ്റ്റ് പേടകം. ലാൻഡിംഗ് സമ്പൂർണ്ണ വിജയമായ ആദ്യത്തെ സ്വകാര്യ ലാൻഡറും ബ്ലൂ ഗോസ്റ്റ് ആണ്. ടെക്സസ് ആസ്ഥാനമായുള്ള ഇൻറീവിന്റെ മെഷീൻസിന്റെ ഒഡീസിയസ് ആണ് ചന്ദ്രനിൽ സുരക്ഷിതമായി ഇറങ്ങിയ ആദ്യത്തെ സ്വകാര്യ ലാൻഡർ. 2025 മെയ്യിൽ പ്രവർത്തനം നിർത്തുന്ന വീഡിയോ കോളിംഗ് പ്ലാറ്റ്ഫോമിന്റെ പേരെന്താണ്? സ്കൈപ്പ്. സുനിത വില്യംസും ബുച്ച് വിൽമോറും ഭൂമിയിൽ തിരിച്ചെത്തിയത് എന്ന്? 2025 മാർച്ച് 19-ന്. കേരളത്തിലെ ലഹരി വ്യാപനം തടയാൻ എക്സൈസ് വകുപ്പിന്റെ നേതൃത്വത്തിൽ ആരംഭിച്ച ഓപ്പറേഷൻ ക്ലീൻ സ്ലേറ്റ്. ഓപ്പറേഷൻ ക്ലീൻ സ്ലേറ്റ്. 37ാമത് അഖിലേന്ത്യാ തപാൽ കലാമേളയിൽ ജേതാക്കൾ കേരളം, 2ാം സ്ഥാനത്ത് കർണാടക, 3ാം സ്ഥാനത്ത് ഒഡീഷ. 30ാമത് UN കാലാവസ്ഥ ഉച്ചകോടിക്ക് വേദിയാകുന്നത് ബ്രസീലാണ്. ബ്രസീലിലെ ബെലെ. രാജസ്ഥാനിൽ നടക്കുന്ന ഇന്ത്യ ഈജിപ്ത് സംയുക്ത സൈനിക അഭ്യാസത്തിന്റെ പേര് സൈക്ലോൺ. ലോക ഉപഭോക്തൃ ദിനം മാർച്ച് 15. 2025 ലോക ഉപഭോക്തൃ ദിനത്തിന്റെ പ്രമേയം എന്താണ്? സുസ്ഥിര ജീവിതശൈലിയിലേക്കുള്ള ഒരു നീതിയുക്തമായ മാറ്റം. ഇനി ഞാൻ ഒഴുകട്ടെ എന്ന ജനകീയ ക്യാമ്പിന്റെ ഭാഗമായുള്ള പശ്ചിമഘട്ടത്തിലെ നീർച്ചാലുകളുടെ പുനരുജ്ജീവന പദ്ധതി സുരക്ഷിതമാക്കാം പശ്ചിമഘട്ടം. കൊച്ചി മെട്രോ 2ാം ഘട്ട നിർമ്മാണത്തിലുള്ള പാത അറിയപ്പെടുന്നത് പിങ്ക് ലൈൻ. 2024 ആബേൽ പുരസ്കാരം നേടിയ ഫ്രഞ്ച് ഗണിതശാസ്ത്രജ്ഞൻ മിഷേൽ ടെലഗ്രാൻഡ്. വ്യാഴത്തിന്റെ ഉപഗ്രഹമായ യൂറോപ്പ ലക്ഷ്യമാക്കി നാസ വിക്ഷേപിക്കുന്ന പേടകം യൂറോപ്പ ക്ലിപ്പർ. MD ഏകാകിതയുടെ വിസ്മയം എന്ന പുസ്തകത്തിന്റെ രചയിതാവ് ഡോക്ടർ KP സുധീര. 150 അന്താരാഷ്ട്ര ഫുട്ബോൾ മത്സരങ്ങൾ കളിച്ച ആദ്യ ഇന്ത്യൻ താരം സുനിൽ ഛേത്രി. ഭൂമിയിലെ ഏറ്റവും വിദൂര സ്ഥലമായ പോയിന്റ് നീമോയിലെത്തിയ ആദ്യ വ്യക്തി ക്രിസ് ബ്രൗൺ. ബ്രിട്ടന്റെ ക്രിസ് ബ്രൗൺ ആണ്. 2024 പാരീസ് ഒളിമ്പിക്സിൽ ഇന്ത്യൻ പതാക ഏന്തിയത് അജന്ത ശരത് കമൽ. ജീവിതത്തിൽ മറ്റൊരാളുടെ സഹായം ആവശ്യമായി വരുന്ന കുടുംബങ്ങൾക്ക് പ്രൊഫഷണൽ സേവനങ്ങൾ ഒരു കുടക്കീഴിൽ ലഭ്യമാക്കുന്ന കുടുംബശ്രീയുടെ പദ്ധതി ഏതു പേരിലാണ് അറിയപ്പെടുന്നത്? K4 കെയർ. 2024 മാർച്ചിൽ ചിപ്കോ പ്രസ്ഥാനത്തിന്റെ എത്രാമത്തെ വാർഷികമാണ് ആചരിക്കുന്നത്? 50ാമത്. 50ാമത് G7 ഉച്ചകോടി 2024 ആതിഥേയത്വം വഹിക്കുന്ന രാജ്യമേതാണ്? ഇറ്റലി. ബാലചൂഷണം തടയാൻ സംസ്ഥാന വനിതാ ശിശു വികസന വകുപ്പ് നടപ്പിലാക്കുന്ന പദ്ധതി ഏതാണ്? ശരണബാല്യം. ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച പുനരുപയോഗം സാധ്യമായ ബഹിരാകാശ വിക്ഷേപണ വാഹനത്തിന്റെ പേരെന്താണ്? പുഷ്പക്. അതിഥി തൊഴിലാളികളെ മലയാള ഭാഷയും സംസ്കാരവും പഠിപ്പിക്കാനായി കേരള സർക്കാർ സംസ്ഥാന സാക്ഷരതാ മിഷൻ വഴി നടപ്പിലാക്കിയ പദ്ധതി ഏതാണ്? ചെങ്ങാതി. ജന്മനാ ഹൃദയവൈകല്യമുള്ളവരുടെ കുട്ടികളുടെ ചികിത്സയ്ക്കായി സംസ്ഥാന സർക്കാർ ആരംഭിച്ച പദ്ധതി ഏതു പേരിലറിയപ്പെട്ടു? ഹൃദ്യം. മുംബൈ സെൻട്രൽ റെയിൽവേ സ്റ്റേഷന്റെ പുതിയ പേര് നാനാ ജഗന്നാഥ് ശങ്കർ സേസ് സ്റ്റേഷൻ. മറ്റൊരു വീഡിയോ ക്ലാസ്സുമായി വീണ്ടും കാണാം. താങ്ക് യു.